LDF അല്ല മറ്റാര്, LDF അല്ല മറ്റാരോ ഉണ്ട്, അത് UDF ആണ്. അവിടുത്തെ അതിനേക്കാൾ തമാശ അവിടെ നടക്കുന്നത്. പൊതുജനങ്ങൾ അറിയപ്പെടാത്ത ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം. അത് എന്നെ അനാവശ്യമായിട്ട് എന്നെ പിന്നെ അറസ്റ്റ് ചെയ്തു, പിന്നെ കോടതി മുമ്പാകെ ഹാജരാക്കിയതാണ്. ഈ അനാവശ്യ വസ്തുക്കൾ നിറച്ചു കൊണ്ടുവരുന്ന പിന്നെ ഇരുമുടിക്കെട്ടുകൾ ഉണ്ടായിട്ട് വലിച്ചു കയറണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇരുമുടിക്കെട്ടുകൾ ഭരണഭാഗത്തിൻ്റെ ചില ചാനൽ ഒരാളാണ് ഷൂട്ട് ചെയ്ത് മാറ്റി സൗകര്യമായിട്ട് കൊടുത്തു. എന്നെ ഇപ്പോൾ ഇതൊക്കെ കാണുന്നത് അതല്ലേ, ഭഗവാനെ നിന്ദിച്ച, ഭഗവാനെ മുതലാക്കിയ, ഭഗവാനെ വിറ്റ് കാശാക്കി കോടികളുണ്ടാക്കിയ എല്ലാവരും തോറ്റില്ലേ, എല്ലാ കൊച്ചണ്ണന്മാരും തോറ്റില്ലേ. ഒരു മന്ത്രിസഭ ആകെ മറിഞ്ഞിരിക്കുക. അതെ, ഭഗവാന്റെ ശക്തി ഇപ്പോഴെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ തിരിച്ചറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് അന്ന് ഞാൻ സജീവരത്തുകാരെ എനിക്ക് വല്ലായ്മ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ഇലക്ഷൻ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ, കുണ്ട്ര നിയോജകമണ്ഡലം ഇലക്ഷൻ മത്സരിക്കണമെന്ന് പറഞ്ഞാണ്. സല്യൂട്ട് ഭാരത്, ബിഗ് സല്യൂട്ട്. ബട്ട് നമ്മൾ ഈ അഭിമുഖം തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ സംഭാഷണത്തിൽ ഗുരുവായൂരിൽ തൊഴാൻ വന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഒറ്റ ചോദ്യം, എന്തായിരുന്നു ഒരു അനുഭവം? ഗുരുവായൂർ ഭക്തനാണ് ഞാൻ, ഉണ്ണിക്കണ്ണൻ്റെ ആരാധകനാണ് ഞാൻ. ഉണ്ണിക്കണ്ണന് വലിയ വിശ്വാസമുള്ളതാണ്. അങ്ങനെ ഇവിടെ വരുമ്പോഴെല്ലാം ഉണ്ണിക്കണ്ണനൊക്കെ പോയി കാണും, ഗുരുവായൂരപ്പനെ കാണും, കുറച്ച് സമർപ്പിക്കും, പ്രാർത്ഥനകൾ അർപ്പിക്കും, പോരും. എന്തൊരു വിഷമമുള്ള പോലെ ഒരു വിഷമം ഇന്ന് എനിക്കുണ്ടായി. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതുവരെ ഉണ്ടാകാത്ത ഒരു വിഷമം എനിക്കുണ്ടായി. ഇതുവരെ ഉണ്ടാകാത്ത എനിക്കൊരു ആഗ്രഹം ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായി. ഇന്ന് ഗുരുവായൂരപ്പനെ കാണുന്നു, ഒരു തുലാഭാരം നടത്തണം. എനിക്ക് ഇല്ലാതെ ഒന്നിനു വേണ്ടിയല്ല, ഒരു തുലാഭാരം നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ എനിക്ക് ബന്ധപ്പെട്ട ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ അങ്ങനെയാണ്. ഞാൻ രാവിലെ പോയി കയറി, അമ്പലത്തിൽ കയറി, ഗുരുവായൂരപ്പനെ കൺകുളിർക്ക കണ്ടു, സന്തോഷമായി. ഭഗവാന്റെ പട്ടുകോണവും തിരുമേനി തന്നു, അതും മേടിച്ചു സന്തോഷത്തോടുകൂടി ഇറങ്ങിയതിന് ശേഷം പിന്നെ തുലാഭാര ചടങ്ങിലേക്ക് ചെന്നു. അപ്പോൾ തുലാഭാര ചടങ്ങിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ഒരു ധാരണ, നമ്മൾ ഏത് തുലാഭാരമാണോ നേരുന്നത് അത് അത്രയും വെയിറ്റുള്ള, നമ്മുടെ അവനവൻ്റെ തൂക്കത്തിനുള്ള വെയിറ്റുള്ള പഞ്ചസാരയായാലും കൊലയായാലും എന്തായാലും നമ്മൾ എന്ത് വയ്ക്കുന്നു അത് കൊടുക്കണം. ഒരു തട്ടത്തിൽ വെക്കും, മറ്റു തട്ടത്തിൽ നമ്മളിരിക്കും. അങ്ങനെയാണ് തുലാഭാരം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ. പക്ഷേ ഇന്ന് എന്നെ ഞെട്ടിച്ച് കളഞ്ഞ, എന്നെ ആശ്ചര്യപ്പെടുത്തി കഴിഞ്ഞ, എന്നെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു എനിക്ക് കദളി വാഴപ്പഴമാണ് വേണ്ടത്, കദളി വാഴപ്പഴം തന്നെ വെക്കാമെന്നും പറഞ്ഞു, മുഴുവനും വെക്കാമെന്നും പറഞ്ഞു. ഞാൻ കയറി നോക്കി, അവരവിടെ ഇരുന്ന കുറച്ച് കദളിപ്പഴം കൊണ്ടുവന്നു. അത് പഴമായിട്ടില്ല, അത് ഒരു വട്ടേ സഹിക്കാം. കറുപ്പ കളർന്ന് കുറച്ച് ഒരു 3-4 കൊലയിട്ടിട്ട് എന്നെ കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ കയറിയിരുന്നു. അപ്പോൾ എനിക്കറിയില്ല, മുമ്പോട്ട് നോക്കിയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചെല്ലാം ഇറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കൊല വെച്ചിരുന്ന ആ പടിയിൽ കുറേ ഒരു 10-40 കിലോയുടെ തൂക്കം എന്താണ് പറയുന്നത് കട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ, ഇത് കൊലയല്ലേ വെക്കേണ്ടത്, അത് ഇത്രേ കൊലയോടുള്ളൂ. ഞാനൊന്നും പ്രതികരിച്ചില്ല. കാര്യം ചുറ്റുമുള്ള ആൾക്കാർ എൻ്റെ മേളിൽ നോക്കുന്നു, അവർ അത്ഭുതത്തോടെ കൗതുകത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരു വിഷയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും പറയാതെ ഞാൻ പോയിരുന്നു. എത്ര കിലോ ഉണ്ട്? 100 കിലോ ഉണ്ട്. ക്യാഷിലേക്ക് വരുന്നു. അവരാരും വലിയ ഗൗരവത്തെ, എല്ലാവരും വലിയ ഗൗരവക്കാരാണ്, ചിരിക്കുന്നു. അവർക്ക് സമയമില്ല. ഓക്കെ, 100 കിലോ കൊണ്ട് എത്ര രൂപ ആണെന്നോ, 6000 ഒരു കിലോയ്ക്ക് 60 രൂപ വെച്ച് 100 കിലോയ്ക്ക് 6000 രൂപ എൻ്റെ കയ്യിൽ നിന്ന്, 100 രൂപ പഠിക്കൂലെന്ന് പറഞ്ഞ് 6100 രൂപ ഞാൻ കൊടുക്കുന്നു. ഇറങ്ങി ചോദിച്ചു. ഇപ്പോൾ എൻ്റെ ഇവിടെ 2-3 പേരുണ്ട്. ഞാൻ അവിടെ ചോദിച്ചു, ഇതിവിടെ ഇങ്ങനെയാണോ, ഈ പഠിക്കാണോ, നമ്മൾ കദളിപ്പഴമാണല്ലോ ഞാൻ തൂക്കി വെച്ച്, പിന്നെന്താണ് ഈ കട്ടി വെച്ച്, എന്താണ് കട്ടിയാണോ, എനിക്കത് സംശയമായി. അത് അവർ ചോദിച്ചാൽ അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ 2-3 ദൃക്സാക്ഷികളും ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അലക്കി പറഞ്ഞത് തെറ്റാണ്, ആ പ്രവണത തെറ്റാണ്. എന്നാലും പലരും എന്നോട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ദൂഷിച്ച ഒരു പ്രാക്ടീസ് നടന്നു വരുന്നുണ്ട്, പകരം കട്ടി വെക്കുക, കട്ടിക്ക് തൂക്കത്തിനനുസരിച്ച് ബാക്കി പൈസ പിടിക്കുക. അപ്പം ഞാൻ ആലോചിച്ചു, ഇതൊരു തെറ്റായ പ്രവണതയല്ലേ, ഭക്തിയെ ചൂഷണം ചെയ്യുകയല്ലേ, വിശ്വാസത്തെ തകർക്കുകയല്ലേ. ഗുരുവായൂരപ്പനെ അതിനേക്കാൾ ഉപരി ഗുരുവായൂരപ്പന് ഈ കോൺട്രാക്ടറുടെ സൈഡാണെന്നോ ഇതിൻ്റെ ആർക്കായി പോകുന്നത്? കോൺട്രാക്ടർ പിടിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കോൺട്രാക്ടർക്കല്ലേ ഇതിൻ്റെ ഗുണം കിട്ടുന്നത്.
ഈ വിഹിതം മറ്റുള്ളവർക്ക് കിട്ടുന്നു. ഞാൻ പല ചിന്തകൾ എനിക്കുണ്ടായി. അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യണോ കംപ്ലൈൻറ്റ് ചെയ്യണ്ടായോ എന്നുള്ള ചിന്ത വന്നൊരു ഒരു ആത്മസംഘർഷം എനിക്ക് വന്നു. പിന്നെ എനിക്ക് ഒരു ഇത് തോന്നി, കാര്യം ഇത് പ്രതികരിച്ചല്ലേ പറ്റത്തുള്ളൂ. ശബരിമല കൊള്ള നമ്മൾ കേട്ടോണ്ടിരിക്കുക, ശബരിമല കൊള്ളയുടെ ഫലം എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ അതിനേക്കാൾ വലിയൊരു കൊള്ളയാണ് ദൈവം ഇവിടെ നടക്കുന്നത്. ഇത് പെതുക്കെയുള്ള അവിടെ സ്വർണ്ണമാണെങ്കിൽ ഇവിടെ തൂക്കിനകത്ത് തുലാഭാരത്തിനകത്തുള്ള കൊള്ളയല്ലേ നടക്കുന്നത്. ഇതുപോലെ എല്ലാത്തിനും അങ്ങനെ ആയിരിക്കണമല്ലോ. ഈ കൊലയ്ക്ക് പകരം കട്ടി വെക്കുക, കട്ടി അവിടെ 200, 20, 40, 50 കട്ടി വെച്ചിരിക്കുക. അപ്പോൾ പഞ്ചസാരയ്ക്കായാലും ബാക്കി എല്ലാ പദാർത്ഥങ്ങൾക്കും കുറച്ച് വെച്ചതിന് ശേഷം ബാക്കി മൂല്യത്തിനുള്ളത് തൂക്കത്തിനുള്ള ഈ കട്ടി വെച്ചാണല്ലോ എല്ലാവരെയും പറ്റിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശ്വാസികൾ, ഭക്തന്മാർ വഞ്ചിക്കപ്പെടുന്നു, കബളിക്കപ്പെടുന്നൊരു തെറ്റായ തോന്നൽ എനിക്കുണ്ട്. അതിന് പ്രതികരിക്കണം എനിക്ക് തോന്നി. അത് ഇന്ന് നടന്ന സംഭവമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ പ്രതികരിക്കുന്നത്. ഈ പ്രവണത ശരിയാണോ? ഗുരുവായൂരപ്പനെ ഇങ്ങനെ വിൽക്കുന്നത് ശരിയാണോ? ഭക്തന്മാരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ? ഗുരുവായൂര ഭക്തൻ്റെ ഈ അവിടെ വെച്ച് നമ്മുടെ വിശ്വാസികളെ ഇങ്ങനെ ആയിരക്കണക്കിന് രൂപ, ഒരു ദിവസം ആകുമ്പോൾ അവിടെ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഒരുപക്ഷെ ഇത് മറിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണ്? ഗുരുവായൂർ ഭക്തനാണോ, അതോ കോൺട്രാക്ടറാണോ, അതോ ഇത് വീതിച്ചെടുക്കുന്ന ജീവനക്കാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ സമഗ്രമായൊരു അന്വേഷണം വേണ്ടിയിരിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ഇത് കേൾക്കുന്നതിൻ്റെ അധികാരികളോട് ആവശ്യപ്പെടുക. ഇപ്പോൾ ഒരു വിവാദം അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കൊല്ലം തുളസിയെ സംബന്ധിച്ച് മറ്റൊരു സംഗതിയും കൂടി ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. അങ്ങ് BJPയിൽ സജീവ പ്രവർത്തകനായിരുന്നൊരു കാലത്ത് നടത്തിയ ഒരു പ്രതിഷേധ പരിപാടിയിൽ നടത്തിയൊരു പ്രസംഗം, അത് അന്ന് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രസംഗ പരാമർശം ഞാനിവിടെ പരാമർശിക്കുന്നില്ല, കാര്യം അത് കോടതി നടപടിക്ക് വിധേയമായ സംഗതി ആയതുകൊണ്ട്. പക്ഷേ അന്ന് താങ്കൾക്കെതിരെ നടപടിയെടുത്ത അതേ ഭരണകൂടം തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി പറയുന്നു യുവതികൾ തൽക്കാലം വരേണ്ടതില്ല എന്ന തരത്തിൽ നിലപാടെടുക്കുന്നു. അവിടെ ഇപ്പോൾ വലിയ തീവട്ടിക്കൊള്ളയൊക്കെ നടക്കുന്നു. അപ്പോൾ അന്ന് ആ നിയമ നടപടിക്ക് വിധേയമായ കൊല്ലം തുളസിക്ക് ഇപ്പോൾ ഒരു ധാർമ്മിക രോഷം തിളയ്ക്കുന്നുണ്ടോ? അല്ല, അതിന് പൊതുജനങ്ങൾ അറിയപ്പെടാത്ത ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം. അത് തന്നെ അനാവശ്യമായിട്ട് തന്നെ പിന്നെ അറസ്റ്റ് ചെയ്ത് പിന്നെ കോടതി മുമ്പാകെ ഹാജരാക്കിയതാണ്. പക്ഷേ ഞാനന്ന് പറഞ്ഞ വാക്കുകളല്ല അന്നവിടെ പറഞ്ഞത്. ഞാൻ അവിടെ വരുന്ന യുവതികളായ സ്ത്രീകളെ കാലുകൾ രണ്ടും വലിച്ചു കീറി അയച്ചുകൂടും. പക്ഷേ കാലുകൾ വലിച്ചു കീറണമെന്നല്ല ഞാൻ പറഞ്ഞത്. 2 സ്ത്രീകളെ വലിച്ചു കീറണമെന്ന്, കാലുകളിന് വാക്ക് ഉപയോഗിച്ചത്. ഈ അനാവശ്യ വസ്തുക്കൾ നിറച്ചുകൊണ്ട് വരുന്ന പിന്നെ ഇരുമുടിക്കെട്ടുകൾ ഉണ്ടായിട്ട് വലിച്ചു കീറണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇരുമുടിക്കെട്ടുകൾ ഭരണഭാഗത്തിൻ്റെ ചില ചാനൽ ഒരാളാണ് ഷൂട്ട് ചെയ്ത് മാറ്റി സൗകര്യമായിട്ട് കൊടുത്തു. എന്നെ അങ്ങനെയൊക്കെ ആക്കി. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം, ഞാൻ എന്നെ കാസിൽ നിന്ന് വെറുതെ വിട്ടു. അങ്ങനെ സംഭവിച്ചത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടു. ഈ അടുത്ത ഒരു 3-4 മാസം മുമ്പ് ഞാനത് വാർത്താ പ്രാധാന്യത്തിന് പോയതുമില്ല. അപ്പോൾ പിന്നെ ഭഗവാന്റെ ഒരു ശക്തിയില്ലേ, വിശ്വാസമില്ലേ? ഇപ്പോൾ ഇതൊക്കെ കാണുന്നത് അതല്ലേ? ഭഗവാനെ നിന്ദിച്ച, ഭഗവാനെ മുതലാക്കിയ, ഭഗവാനെ വിറ്റ് കാശാക്കി കോടികളുണ്ടാക്കിയ എല്ലാവരും തോറ്റില്ലേ? എല്ലാ കൊച്ചണ്ണന്മാരും തോറ്റില്ലേ? വല്യണ്ണനും കൊച്ചണ്ണനും നടുവത്തണ്ണനും അളിയന്മാരും കിളിയന്മാരും എല്ലാം തോറ്റില്ലേ? ആ മുദ്രാവാക്യത്തെക്കാൾ വലിയ സ്ട്രൈക്കിംഗ് ആയതൊരു പാട്ടാണ് അത്ര, പാരഡി പാട്ട്, മുക്കിയെ പോറ്റിയെ കയറ്റിയോ എന്നുള്ളത്. അതെ, അതൊരു രാഷ്ട്രീയ ഒരു മന്ത്രിസഭയാകെ മറിഞ്ഞിരിക്കുക. അതെ, ഭഗവാന്റെ ശക്തി ഇപ്പോഴെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ തിരിച്ചറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് എല്ലാവരെയും ഒരു വിശ്വാസികളാണ്. അവർ വിശ്വാസത്തെ അറിഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴത്തെ ഈ ദുർഭരണത്തിനെതിരായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരിയായിട്ട് അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരാണ് എതിരായിട്ട് പ്രശ്നമാണ് വ്യക്തമായിട്ടറിയാം. കാര്യം അവരും ഒരു സഹിച്ചു മടുത്തു. എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു അബദ്ധം പറ്റി കഴിഞ്ഞ തവണ ഈ കൊറോണയുടെ ഒക്കെ സമയത്തും വെള്ളപ്പൊക്കത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് തുടർ ഭരണം രണ്ടാമതവർക്ക് കിട്ടി. അതുകൊണ്ടാണ് കിറ്റ് അത് പിന്നെ ഇപ്പോഴും ഉണ്ട്. കിറ്റ് അവർ അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി. ഈ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയാണെന്നും ഈ സകല ട്രെയിനകത്തവരുടെ അല്ലേ ട്രെയിനകത്തും പരസ്യം കൊടുത്തരാറ്. ഈ ബസ്സുകളിലെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ ചാനൽ തുറന്നാലും LDF അല്ലാതെ മറ്റാരും LDF അല്ലാതെ മറ്റാരോ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാക്കി. LDF അല്ല മറ്റാരോ ഉണ്ട്. അത് ഇതുവരെ വലതുപക്ഷത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്തൊരു ഏറ്റവും വലിയൊരു ഒരു ദുഷിച്ച പ്രവണതയാണ് ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിയിലുള്ള 3 ഉന്നതന്മാരായ 3 പേര് തമ്മിലടിയ. അത് ഏറ്റവും രസം, 3 ഒരേ ജാതിക്കാരാണ്, നായന്മാരാണ്. ഈ നായന്മാർ ഒരുത്തൻ നന്നാകുന്ന മറ്റൊരു കണ്ടത്തില്ല ഇഷ്ടപ്പെടുന്നുള്ള കാര്യം അറിയാം. ഈ ഞണ്ടിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ആ മേളിലോട്ട് ഒരു കൂടയിൽ കുരുക്കപ്പെട്ടിരുന്ന ഞണ്ട് ഒന്ന്
വലുതായിട്ട് ഇഴഞ്ഞു കയറി മേളിൽ താഴെയുള്ള ഞണ്ട് താഴോട്ട് വലിച്ചു കൊടുക്കുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഞണ്ടുകൾ നായന്മാരാണെന്നുള്ള സത്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈകിപ്പോയി. ഇപ്പം നടക്കുന്ന ആരും ആവട്ടെ. ഇപ്പം വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് എന്താ അങ്ങനെയുള്ള ആഗ്രഹം വന്നത്? അദ്ദേഹം അങ്ങനൊരു ആഗ്രഹം എം പിമാർക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ് തീരുമാനിച്ച ആളല്ലേ. അദ്ദേഹത്തിന് എന്താണ് വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം വന്നത്? വി ഡി സതീശൻ അദ്ദേഹത്തിന് എന്താ? അദ്ദേഹം മറ്റേ ഇപ്പം ഞാൻ 3 പേരുടെ കുറിച്ച് ആരും മോശക്കാരല്ല, ആരും എല്ലാം കാര്യമുള്ളൂ. ഇത് താരാമ പറഞ്ഞാൽ ഞാൻ ആളൊന്നുമല്ല, ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരിതുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും അങ്ങോട്ട് കൊടുത്തിരിക്കാമല്ലോ. ഏത് കൊച്ചെണ്ണം വരണം, ഏത് വലിയെണ്ണം വരണം, ഏത് മൂത്തെണ്ണം വരണമെന്നാണ് ഈ അണ്ണന്മാർ 3 പേരെ തീരുമാനിക്കട്ടെ. ഇത് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു വലിയ അണ്ണനെ കേന്ദ്രത്തിൽ നിന്നുള്ള അണ്ണനെ ആക്കും. 6 മാസം വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരും. ഈ 2 കൊച്ചണ്ണന്മാരെ കണ്ടിവിടെ അയാളെ പിടിച്ച് താഴെയിടും. 6 മാസം കഴിഞ്ഞ് മന്ത്രിസഭ വീഴും, വീണ്ടും പ്രശ്നമുണ്ടാകും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. യഥാർത്ഥ രാഷ്ട്രീയ നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയം അങ്ങനെയാണ്. ഇതാരും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിക്കും. ഒരു കാലത്ത് BJPയുടെ സജീവ പ്രവർത്തകനായിരുന്നു, അവരുടെ പ്രചാരണ വേദികളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒരു BJPക്ക് ഒരു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ആയിരുന്നില്ല കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ മാറി. 3 MLA മാരുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. തൃശ്ശൂരിലൊരു MP ഉണ്ടായി. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പുനഃപ്രവേശം കൊല്ലം തുളസി പരിഗണിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാലഘട്ടമാണ്. അന്ന് ഞാൻ സജീവത്തെ കാര്യം എനിക്ക് വല്ലായ്മ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ഇലക്ഷൻ മത്സരിക്കണമെന്ന് പറയാം, കുണ്ട്ര നിയോജകമണ്ഡലം ഇലക്ഷൻ മത്സരിക്കണമെന്ന് പറയാം. അന്ന് വളരെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല, ഞാനിപ്പോൾ എനിക്ക് മാത്രമല്ല എനിക്ക് പാർലമെൻ്ററി മോഹമില്ല, പാർട്ടി സ്ഥാനം. എനിക്കിതിൻ്റെ നരേന്ദ്രമോദി എന്നുള്ള ആ മഹാമനുഷ്യൻ്റെ ത്യാഗോജ്വലമായ ജീവിതവും അദ്ദേഹം അതിൽ കൂടി നിന്ന് സമന്വയിപ്പിച്ചെടുത്ത ഭാരതീയത അല്ലെ ദേശീയബോധം എങ്ങനെയും ദേശീയം വളർത്താൽ മതി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു അല്ല ഭാരതം സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആശയം ഒരുപക്ഷെ ആദ്യം വെച്ച അദ്ദേഹമാണെന്ന് എനിക്ക് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ ഉയർച്ചയല്ലാതെ വളർച്ചയല്ലാതെ ആ ദേശീയബോധമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ ഒന്നും ഒരു ലക്ഷ്യമില്ല. അദ്ദേഹം സുതാര്യമായ ഭരണം, പിന്നെ കൂട്ടത്തിൽ ചില അഴിമതിക്കാരൊക്കെ കണ്ടേക്കാം. അതിപ്പോൾ ഇല്ലാതെ പറ്റത്തില്ല. രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ കുറച്ച് പേരുടെ സഹായം വേണമല്ലോ, സാമ്പത്തികം വേണമല്ലോ. അന്ന് ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് വരും. പക്ഷേ എങ്കിലും ജനങ്ങളെ അപ്പാടെ വഞ്ചിക്കുന്ന ഒരു പ്രവണത ഇല്ല ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ കാണിച്ചാൽ അത് അനുഭവിക്കുകയില്ലേ. ഇത് എങ്ങനെ കരകയറുമെന്ന് എനിക്കറിയില്ല. വാഗ്ദാനങ്ങൾ കൊടുത്ത് കാണും. തമിഴ്നാട്ടിലിപ്പം കാണുന്നില്ലേ, തമിഴ്നാട്ടിലിപ്പം വരാൻ പോകുന്ന ഇപ്പോൾ ഏറ്റവും ഞാൻ അറിയുന്നത് പിന്നെ നടൻ്റെ പാർട്ടി വിജയുടെ പാർട്ടി മറ്റൊരാളോട് ചോദിച്ചാൽ അടങ്കോട് രാജിവെച്ച് പോകുന്ന എന്തോ ആയിക്കോട്ടെ, നാളെ ഒരുപതി ടെലികാസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുക. അപ്പോൾ ഇത്ര ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിലേക്കാണല്ലോ നമ്മളിത് കാണേണ്ടി വരുന്നുള്ള ദൗർഭാഗ്യത്തിലാണ് ഞങ്ങളൊക്കെ. എന്ത് രാഷ്ട്രീയം, എന്താണിത്? ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനവൻ്റെ കീശ വീർപ്പിക്കാനും പണസമ്പാദത്തിൻ്റെ മാർഗമായും അതപ്പതിച്ചെല്ലുന്നൊരു നമ്മളെപ്പോലുള്ള ചില നല്ല ചിന്ത ഉള്ളവർക്ക് ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. തമിഴ്നാട്ടിൽ വിജയ് ഏതാണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാടിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധമുള്ള സിനിമാ താരങ്ങൾ ധാരാളം ഉള്ളതാണ്. പക്ഷേ അവർ പലരും സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി, ഇന്നസെൻ്റ്, എനിക്ക് തോന്നുന്നു പ്രേം നസീർ മുമ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ട്? കാര്യം പൊതുജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നവരാണ് പല സിനിമാ താരങ്ങളും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയവും എന്തോ ഒരു അസ്പർശ്യതയിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്തുകൊണ്ട്? സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതുകൊണ്ടല്ല സുരേഷ് ഗോപി രക്ഷപ്പെട്ടത്. പുള്ളി ചെയ്യുന്ന ഒരുപാട് ചാരിറ്റീസ് ഉണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരുള്ള രാഷ്ട്രീയ വിജയം എന്നാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധം അത് വലുതായിട്ടില്ല. എടുത്തയാട്ടമുണ്ട്, സംസാരങ്ങൾ അദൃശ്യം. ഞാൻ പലപ്പോഴും സുരേഷിന് വേണ്ടി ഒരുപാട് ജയിക്കണമെന്നും പറഞ്ഞിട്ടുള്ള പ്രചാരണത്തിന് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും നമ്മളെയൊന്നും അടുപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്, പിന്നെ ഗ്ലാമർ കൊണ്ടൊക്കെ. അല്ല BJP-കാരനായതുകൊണ്ടൊന്നും ജയിച്ചതെന്ന് എനിക്ക് അന്നുമില്ല ഇന്നുമില്ല അഭിപ്രായം. പക്ഷേ ഇപ്പോഴിത് ജയിച്ചത്, ഇപ്പോഴും 3 സ്ഥാനം വന്നതെന്ന് പറഞ്ഞാൽ കാലത്തിന് എല്ലാത്തിനും ഒരു മറുപടിയാണല്ലോ. ഈ കാലഘട്ടം മാറും. ഇപ്പോൾ കേരള രാഷ്ട്രീയമൊക്കെ മാറാൻ പോവുകയാണ്. അതെ, ഇപ്പോൾ കമ്മ്യൂണിസവും ഇടതുപക്ഷമൊക്കെ ഇന്ത്യയിൽ ആകപ്പാടെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ആകപ്പാടെ BJP-യുടെ ലക്ഷ്യം തന്നെ കോൺഗ്രസ് എവേ ഇന്ത്യയാണ്, കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യ. അത് സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു തെമ്മാടിത്തരമല്ലയോ തമിഴ്നാട്ടിൽ കാണിച്ച് കൂടെ ഇന്ന് ഒന്നിച്ച് ഇന്ന് പരിചയിച്ചിട്ട് വിജയുടെ കൂടെ
ചേരാൻ വേണ്ടി 5 MLA-മാർ ഇങ്ങോട്ട് മാറിയെന്നോ ഇതിൽ അതിൽ ഒരു ഡെവലപ്മെന്റ് കൂടിയുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് DMK പിണങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. മമതാ ബാനർജി ഇന്നില്ല, അത് കാരണം അതും കൂടെ പോയി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇതിൽ നിന്നൊക്കെ ഏറ്റവും നല്ലത് ഈ ഭഗവാനെ ശ്രദ്ധിച്ചുകൊണ്ട് മാലയപിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ രാഷ്ട്രീയം ചർച്ചാ വിഷയം ആയതുകൊണ്ട് തന്നെ പറയാം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഇടതുമുന്നണി സർക്കാർ പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ആര് എന്ന തരത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന തരത്തിലാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. മുഖ്യമന്ത്രി വാതുറക്കുന്നില്ല. ഒരു വോട്ടർ എന്ന നിലയിൽ ഇപ്പോൾ കൊല്ലം തുളസി എന്ന സിനിമാ താരം ഒക്കെ മാറ്റി നിർത്തുക, ഒരു വോട്ടർ എന്ന നിലയിൽ സാമാന്യ പൊതുജനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ എന്താണ് പരാജയ കാരണമായിട്ട് തോന്നിയത്? പരാജയ കാരണമെന്ന് തോന്നിയ കേരളീയർക്ക് ഒരു തിരിച്ചറിവ് വരാൻ വൈകി. ഇപ്പോഴാണ് ആ തീരുമാനം ഉണ്ടായത്. കാര്യം ധാർഷ്ട്യം, ധൂർത്ത്, അഴിമതികൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന ഒരു ഭരണമായിരുന്നല്ലോ. എതിർവായില്ലാത്ത ഒരു ഭരണം. ജനാധിപത്യത്തിൽ അതില്ലല്ലോ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾക്ക് ശബ്ദിക്കാൻ പറ്റുന്ന ഒരു അവസരമായില്ല അന്നുണ്ടായിരുന്നു. നേരെ മറിച്ച് മറുഭാഗത്തോ ഇവിടെ എല്ലാവരും വാളെടുക്കുക. ഒരു കണക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പിണറായി വിജയൻ ഇരട്ടച്ചങ്കരല്ല 3 അംഗമുള്ളവനാണ്. അടക്കി ഭരിച്ച് അവിടെ നിർത്തേണ്ടിട്ട് നിർത്തി, അത് പൊട്ടിപ്പോയി. ഈ അണക്കെട്ട് ഒരു കാലത്ത് എല്ലാ കാലവും അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ചിലപ്പോഴും ഒന്നേ അത് പുതുക്കി പണിതണം, അല്ലെങ്കിൽ കൂടുതൽ ബലം കൊടുക്കണം, അല്ലേ അത് പൊട്ടും. ഇവിടെ അങ്ങനൊരു അണക്കെട്ട് പൊട്ടി. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ഇങ്ങനൊരു കൂട്ടായ്മ വരുമോ എൻ്റെ ഈ ജന്മത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കമ്മ്യൂണിസം ഇവിടെ ഇന്ത്യയിൽ വരുമെന്നും ഈ കേരളത്തിൽ വരുമെന്നുള്ള കാര്യം ശരിക്കായിട്ട് ഭരിച്ചാൽ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന BJP-യുടെ ഭരണകാലമാണ്, അത് ഉറപ്പുമാണ്. കോൺഗ്രസ് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ, കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്ന ഇത് അതിൽ ഒന്നിച്ച് നിൽക്കുന്നവർ എങ്ങനെ ഇത് കാണിക്കുന്നവർ എനിക്ക് വേണം എന്ന് എങ്ങനെ പറയും? കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒരു രാഷ്ട്രീയ ചിരി ഉണ്ടല്ലോ, രാഷ്ട്രീയ ചിരിയുടെ ഇത്ര നാണം കെട്ട സിനിമയിലെ രാഷ്ട്രീയക്കാരനായി പറയുന്നത്. അല്ല, ഞാൻ സിനിമയിലെ രാഷ്ട്രീയക്കാരനാണ്. സിനിമയിൽ എനിക്ക് ആ വേഷം കിട്ടുന്ന കാരണം കയ്യടി പഠിക്കുന്നുണ്ടോ, ഞാൻ ഇവരുടെ വേഷം കിട്ടുന്ന കാരണമാണ്. ഇതാണോ രാഷ്ട്രീയം? ഇതാണോ മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത രാഷ്ട്രീയം? അതൊക്കെ നമ്മൾ വെച്ചു പോവുക. വളരെ 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 മോശമായ ഒരു പോക്കാണ് നമ്മുടെ ഈ രാഷ്ട്രീയ രംഗം. നോട്ട് ഓൺലി മൊത്തത്തിൽ. മമതാ ബാനർജി തോറ്റ് തുന്നം പാടിയിട്ട് ഞാൻ ഇറങ്ങത്തില്ലെന്ന് പറയാനുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ. എന്താ ഇത്? നമുക്കതിനും പ്രതികരിക്കാൻ പറ്റത്തില്ല. ഈശ്വര മുരുക രക്ഷിക്ക് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ.